ഇന്ന് ഓർഡർ ഓഫ് സെൻറ്റ് ജോർജ് നൽകി ഈ ഇടവക ആദരിക്കുന്ന അഭിനന്ദിക്കുന്ന പത്മശ്രീ എം എ യൂസഫ് അലി, നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ചലച്ചിത്ര താരം ശ്രീ കുഞ്ചാക്കോ ബോബൻ, ജില്ലാ കളക്ടർ ശ്രീമതി മിനി ആന്റണി, ഈ ഇടവകയുടെ വികാരി റവറൻഡ് ഫാദർ തോമസ് എബ്രഹാം കുറിയന്നൂർ, സഹവികാരിമാരായ റവറൻഡ് ഫാദർ എബ്രഹാം വർഗീസ്, റവറൻഡ് ഫാദർ എം കെ ഫിലിപ്പ്, ശ്രീ ജേക്കബ് ഫിലിപ്പ്, ഡോക്ടർ കുര്യൻ പി തോമസ്, മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കൾ, വിശുദ്ധ ഗീവറീസ് സഹദായുടെ പെരുന്നാൾ അതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം, അതിൽ പങ്കെടുക്കുന്നതിന് സാധിച്ചതിൽ ഉള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഇവിടെ എന്നിൽ നിന്ന് നിങ്ങളൊരു പ്രസംഗം പ്രതീക്ഷിക്കുന്നില്ലെന്നറിയാം. ഇവിടെ ഈ നാടിന് തന്നെ പുതുമയുള്ള പലരും അണിനിരക്കുന്ന ഈ സ്റ്റേജിൽ അവരുടെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നേ. ഈ പെരുന്നാൾ അത് ഈ ഇടവകയ്ക്കും ഈ നാടിനും അനുഗ്രഹപ്രദമായ നിലയിൽ ഏറ്റവും നല്ല നിലയിൽ നടത്താൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും മെച്ചപ്പെട്ട ക്രമീകരണങ്ങളാണ് ഈ പെരുന്നാൾ കമ്മിറ്റി എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഇടവകയുടെ പ്രാധാന്യം സമുദായ സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇരിക്കുന്നത്. പുതുപ്പള്ളി പെരുന്നാളും പുതുപ്പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് നമ്മുടെ നാടിൻ്റെ ആ വലിയ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ എന്നും സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങളിലും അത് സാധിക്കും. ഇന്ന് പത്മശ്രീ എം എ യൂസഫ് അലി ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഈ ബഹുമതി അദ്ദേഹം സ്വീകരിക്കുന്നതുമെല്ലാം നമുക്കൊക്കെ വളരെ സന്തോഷകരമാണ്. അദ്ദേഹം ഈ നാടിന് ചെയ്യുന്ന, ഈ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെയും വിദേശത്തും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് എല്ലാവരും ഒരുപോലെ പ്രശംസിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മാസം മുമ്പ് ദുബായിൽ പോയിരുന്നു. അവിടുത്തെ മലയാളികളാണെങ്കിലും അവിടെ ഉള്ള ജനങ്ങളാണെങ്കിലും എല്ലാം ശ്രീ യൂസഫ് അലിയെ ഒരു വ്യവസായി എന്നുള്ള നിലയിലല്ല, മറിച്ച് ഇന്ത്യയുടെ ഒരു പ്രതിനിധി, കേരളത്തിൻ്റെ ഒരു പ്രതിനിധി, ഒരു എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കുന്ന, അവിടുത്തെ ജനങ്ങളും മറ്റ് ഉള്ളവരുമെല്ലാം അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും വിജയകരമായി തീരട്ടെ, കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുക. അതുപോലെ ഇന്ന് ശ്രീ കുഞ്ചാക്കോ ബോബൻ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് വളരെയധികം സന്തോഷകരമാണ്. ഇവിടുള്ള മറ്റുള്ളവരൊക്കെ ഈ നാട്ടിൽ ഏറ്റവും സുപരിചിതരായിട്ടുള്ളവരാണ്. ഏതായിരുന്നാലും ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ആ മഹിമ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നമ്മൾ ക്ഷണിച്ച എല്ലാവരുടെയും സാന്നിധ്യം നമുക്കെല്ലാം സന്തോഷകരമാണ്. അതിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
അതിസമ്പന്നമായ ഇദ്ദേഹത്തെ ആസ്തി എല്ലാവരും പോയിരുന്നതാണ്. ബിസിനസ്സുകാർ മുതൽ മുന്നിൽ വയ്ക്കുന്ന കേരള മണ്ഡലം ഇദ്ദേഹം തന്റെ സംരംഭത്തിന് ധൈര്യത്തോടെ തുടക്കം കുറിച്ചു. ഇപ്പോൾ കേരളക്കരയുടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ലുലു ആയി കഴിഞ്ഞു. MK ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും വാണിജ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന മഹാനുമായ പത്മശ്രീ MA യൂസഫ് അലി അവറുകൾക്ക് പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവജനങ്ങൾ ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന ബഹുമതിയോടൊപ്പം സമർപ്പിക്കുന്ന മംഗളോപഹാരം. മഹാത്മൻ പ്രശസ്തമായ MK ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനവും വിവിധ അനുബന്ധ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന അങ്ങേക്ക് കാരുണ്യവാനായ ദൈവം നൽകിയ അനുഗ്രഹത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മഹനീയമായ മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിരന്തരമായ കർമ്മചൈതന്യം പ്രസരിപ്പിക്കുന്ന അങ്ങ് മലയാളികളുടെ മാതൃകാ പുരുഷനും ഭാരതീയ ദർശനങ്ങളുടെ സന്ദേശവാഹകനുമായി പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മതമൈത്രിയുടെയും മാനവമൈത്രിയുടെയും മഹിമാതിരേകം തുടിക്കുന്ന ഒരു കർമ്മസാരഥിയാണ് അങ്ങ്. വാണിജ്യ വ്യവസായ രംഗങ്ങളുടെ വളർച്ചയ്ക്ക് തുറമുഖങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാൻ അങ്ങ് വഹിച്ച നേതൃത്വപരമായ പങ്ക് ജനങ്ങൾ ഇന്നും കൃതജ്ഞതയോടെ ഓർമ്മിക്കും. കേരളത്തിന്റെ വാണിജ്യ വ്യവസായ മേഖലകളിൽ മന്ദതയും മുരടിപ്പും പ്രകടമായ അന്തരാള ഘട്ടത്തിൽ സാർവദേശിക മേഖലകളിൽ നിന്നും ഉണർവും ഊർജവും സാക്ഷീകരിച്ച് ദീർഘവീക്ഷണത്തോടുകൂടെ ആസൂത്രണ പദ്ധതിയിലൂടെയും കൃത്യതയോടുകൂടെ കർമ്മ പദ്ധതിയിലൂടെയും ഉന്മേഷം പകരുവാൻ അങ്ങ് വഹിച്ച നേതൃത്വപരമായ പാഠം ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ആയതിന് ലഭിച്ച അംഗീകാരമാണ് ഓരോ പുരസ്കാരങ്ങളും. 2005 പ്രവാസി ഭാരതീയ സമ്മാൻ, 2008 പത്മശ്രീ ബഹുമതി, 2012 അറബ് ബിസിനസ് ലീഡർക്കുള്ള അവാർഡ്, 2013 പുതുപ്പള്ളിയിലെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് അങ്ങേക്ക് ലഭിച്ചു. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അവിടുത്തെ ജീവിതം ധന്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹൃദയപൂർവ്വം ഇടവകയുടെ മക്കൾ. അഭിപ്രായം, ആ പള്ളിയുടെ പെരുന്നാൾ ദിവസത്തിൽ എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് ചേർന്ന് എല്ലാവരും സന്തോഷത്തോടും ഹൃദ്യമായി ചേരുന്നതിന് ഞാനും ഒരിക്കൽ കൂടി ആശംസ നേരുകയാണ്. അഭിവന്ദ്യ തിരുമേനി ഇവിടെ കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, തിരുമേനി ഞാനും ഒരുമിച്ച് ബെസേലിയസ് കോളേജിൽ പഠിച്ചിരുന്ന കാലം, ഞാൻ സീനിയർ, പക്ഷേ ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ ജൂനിയറായിപ്പോയി. തിരുമേനി ഞങ്ങളുടെ എല്ലാം നല്ല വിശുദ്ധ തിരുമേനിയായി നിൽക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പറഞ്ഞാൽ ഹൃദ്യമായി ബന്ധത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്ന പല പശ്ചാത്തലങ്ങളും ഇവിടെ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെയുള്ള ഈ ദേവാലയത്തിൻ്റെ ഈ ആഘോഷത്തിൽ, ഈ പെരുന്നാൾ ആഘോഷത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ വിധത്തിലുമുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ശ്രീ ജോസഫ് അലിയെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല.
കാരണം ഗൾഫ് നാട് ഇവിടെ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന ആളുകൾ ഗൾഫ് നാടുകളിൽ ചെന്നാൽ അവരുടെ ഏക മധ്യസ്ഥൻ ശ്രീ യൂസഫ് അലിയാണ്. ഞാൻ ഇടവും വലവും നിൽക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. തീവ്രവാദമുള്ളവരും അത്ര തീവ്രമല്ലാത്ത വാദമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. വിവിധ രൂപത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളെ കണ്ടിട്ടുണ്ട്. ഒരു ഗുണം കണ്ടത് അതിൻ്റെ എല്ലാം രക്ഷാധികാരി ശ്രീ യൂസഫ് അലിയാണ് എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ അത്ഭുതം എന്നെനിക്കറിയില്ല. അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. കേരളത്തിൽ കടൽ കടന്ന് കേരളത്തിൽ വന്നാൽ അവർ അവരുടെ ചേരിയിൽ പോകും. കടലിനക്കരെ ചെന്നാൽ അവരെല്ലാവരും യൂസഫ് അലിയുടെ ചേരിയിൽ ഒരുമിച്ച് ചേരും. അതിൻ്റെ ഒരു അത്ഭുതം എന്താണ് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അദ്ദേഹം ഇവിടെ വന്ന് ഈ അവാർഡ് കൂടി വാങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മലബാർ പ്രദേശത്തിലെ തീവ്രമായ മധ്യ കേരളത്തിലും മലബാറിലും വളരെ തീവ്രമായ ശക്തിയായി നിന്നിരുന്ന അദ്ദേഹം നമ്മുടെ ഈ തിരുവിതാംകൂറിലും പുതിയ കാല് കുത്തിയല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ഞാൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേരുന്നു. നമ്മളുടെ തിരുമേനി പോലും 3 മിനിറ്റ് പ്രസംഗിച്ച ഒരു സ്ഥലത്ത് എന്നെ പോലൊരാളിന് 1.5 മിനിറ്റ് അവകാശപ്പെട്ടുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഓർബിറ്റിന് അപ്പുറത്തേക്ക് പോയി. ഞാൻ നിങ്ങൾക്കെല്ലാം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള പെരുന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഭവന നിർമ്മാണ പദ്ധതിക്ക് എന്നെ ചുമതലപ്പെടുത്തത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ഭവന നിർമ്മാണ സഹായം വിതരണം ചെയ്യുന്നതിനായി ഒരിക്കൽ കൂടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി അനുമോൾ, തൃക്കേപ്പൊരിക്കൽ, മീനടം. വേദിയിലേക്ക് എത്തി ഏറ്റുവാങ്ങേണ്ടതാണ്. ശ്രീമതി അനുമോൾ, തൃക്കേപ്പൊരിക്കൽ, മീനടം. ശ്രീമതി ഇന്ദിരാ ചന്ദ്രൻ, മൂലേറ്റ്, കണ്ടത്തിൽ, പരിയാരം. ശ്രീ സാംകുട്ടി എം എ, മറ്റത്തിൽ, പൊഴിക്കണ്ടത്തിൽ, പുതുപ്പള്ളി. ശ്രീ പത്രോസ്, മരപ്പറമ്പിൽ, പുതുപ്പള്ളി. ശ്രീ ഷാജി ടി ജോൺ, തോണിപ്പൊരിക്കൽ, ചിറയിൽ, പുതുപ്പള്ളി. ശ്രീമതി ലിസി മാത്യു, മേടക്കുന്നിൽ, പരിയാരം. ശ്രീമതി ചെല്ലമ്മ കൃഷ്ണൻകുട്ടി, പുത്തൻപറമ്പിൽ വീട്, തൃക്കോതമംഗലം. ശ്രീ കെ വി എബ്രഹാം, കളത്രയിൽ, തൃക്കോതമംഗലം. മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി സാദരം ക്ഷണിച്ചിരുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഇവിടെ ഒരു ദേവാലയം എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥനാലയം മാത്രമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഒരു പള്ളിയാകട്ടെ, ഒരു ക്ഷേത്രമാകട്ടെ, ഒരു മോസ്ക് ആകട്ടെ, പ്രാർത്ഥനാലയത്തോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയായിട്ടാണ് ഇന്ന് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ ഈ സാംസ്കാരിക സമ്മേളനം നടത്തുമ്പോൾ വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ടവരെ, സംഘാടകരെ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം നമുക്ക്
സാധാരണക്കാരെ, പാവപ്പെട്ടവരെ, അവരെ കാണുവാൻ നമ്മൾ കണ്ണു തുറക്കുവാനും അവർക്ക് വേണ്ടി നമ്മൾ കൈകൾ നീട്ടുവാനും ഈ സന്ദർഭത്തിലൊക്കെ കഴിയണം. അതിനും കൂടി ഒരു വേദിയാണ് നമ്മൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ കൂടുമ്പോൾ. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. വിശുദ്ധ ഗീവർഗീസ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഞാൻ എൻ്റെ തറവാട് പാലായിലെ തൊട്ടടുത്ത് ഒരു 100 മീറ്റർ അകലെ വിശുദ്ധനായ ഗീവർഗീസിന്റെ ഒരു ദേവാലയം കൊണ്ട് ഞാൻ പലപ്പോഴും അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഏത് കാര്യവും മനസ്സുറച്ച് പ്രാർത്ഥിച്ചാൽ അത് എനിക്ക് ലഭിക്കുവാറുമുണ്ട്. അത് എവിടെ ഗീവർഗീസിന്റെ ദേവാലയമുണ്ടോ ഇവിടെയാണെങ്കിൽ പോലും പലപ്പോഴും ആ വലിയ ആൾക്കൂട്ടമില്ലാത്ത സമയത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. നിയോഗങ്ങളൊക്കെ എനിക്ക് സാധിച്ചു ലഭിക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ വിശ്വാസത്തിലാണ് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി ഇവിടെ ജനങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. എന്ന് ഗീവർഗീസ് പുണ്യവാളന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ബഹുമാനായ യൂസഫ് അലി ഭരണശ്രീ യൂസഫ് അലിയുടെ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രിയതാരത്തിന്റെ കുഞ്ചാക്കോ ബോബന്റെ ഒക്കെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂസഫ് അലി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ പുറത്ത്, അത് ഡൽഹിയിലാകട്ടെ, അന്യ സംസ്ഥാനങ്ങളാകട്ടെ, അന്യ രാജ്യത്താകട്ടെ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു അംബാസഡറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പലപ്പോഴും ഓരോ വ്യക്തികളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുള്ള ജീവിതത്തിൽ വിജയിച്ചു കഴിയുമ്പോൾ, അതൊരു ബിസിനസ്സുകാരനാകട്ടെ, ഉദ്യോഗസ്ഥനാകട്ടെ, സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. പലപ്പോഴും സമൂഹത്തിലെ ജനങ്ങൾ, സാധാരണക്കാര് അവരെ സമീപിക്കും, പല കമ്മിറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അങ്ങനെ ആകുന്നത്. പക്ഷെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഇവിടെ സൂചിപ്പിച്ചവരൊരു വ്യവസായമായിട്ടല്ല, ഏത് കാര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിനെ സമീപിച്ച് അല്ലെങ്കിൽ അദ്ദേഹം കണ്ട് അറിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി, കേരള സമൂഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി എത്തുന്നതാണ്. അതിന് ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. ഞാൻ പ്രത്യേകം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ യൂസഫ് അലിയെ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ എൻ്റെ ഭാര്യ വീടിന്റെ തൊട്ട അയൽവാസിയാണ്. പലപ്പോഴും എൻ്റെ ആ ഭാര്യയുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് ആ കുടുംബമാണ്. ഞങ്ങളൊക്കെ എപ്പോഴും എൻ്റെ പിള്ളേരൊക്കെ കുഞ്ചാക്കോ ബോബൻ അതിലേ പോകുമ്പോഴാണ് കുഞ്ചാക്കോ ബോബൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരൊക്കെ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും കൂടുതൽ ആ ഫീൽഡിൽ മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അതോടൊപ്പം നമ്മുടെ പിതാവിൻ്റെ തിരുമേനിയുടെ സാന്നിധ്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ പള്ളിയുടെയും അതോടൊപ്പം തന്നെ ഗീവർഗീസ് പുണ്യവാളന്റെയും ഒക്കെ അനുഗ്രഹം ഇവിടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നടത്തുന്നു. നന്ദി, നമസ്കാരം. പുണ്യവാളച്ചന്റെ അനുഗ്രഹീതമായ പ്രാർത്ഥന മധ്യസ്ഥത ശ്രീ യൂസഫ് അലി നമ്മുടെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് സ്വീകരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കൊച്ചു പ്രാർത്ഥന, ആ പ്രാർത്ഥന പുതുപ്പള്ളി പള്ളിക്ക് ഒരു ഉപഹാരമായി ഞാൻ പ്രഖ്യാപിക്കുക. പുതുപ്പള്ളി പള്ളിയുടെ വിവാഹ സഹായ പദ്ധതി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹപരമാകുന്ന ജാതി വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് സമൂഹത്തിൽ ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ട് വിവാഹം കഴിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് കുടുംബജീവിതത്തിന്റെ സൗഭാഗ്യം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ പത്മശ്രീ ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന് ഇന്ന് നമ്മിൽ നിന്ന് പരിശുദ്ധ പുണ്യാളച്ചനിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശ്രീ യൂസഫ് അലി പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വിവാഹ സഹായ പദ്ധതിയിലേക്ക് MK ഗ്രൂപ്പിന്റെ നെടുന്തോണും മനുഷ്യ സ്നേഹിയുമായ അദ്ദേഹം 50 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വിനയത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഇത് ലോകത്തിന്റെ നന്മയ്ക്കായി സ്വീകരിക്കുന്നു. സാർ, താങ്ക് യു. In the name of God, the most merciful, the most beneficent. സ്വാഗതം പറഞ്ഞ
Reverend Father Abraham Kariyannur, ബഹുമാനപ്പെട്ട അഭിവന്ദ്യ മാത്യൂസ് മാർ തെവോദിയോസിസ്, ഉദ്ഘാടനം ചെയ്ത് പോയ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ പുതുപ്പള്ളിയുടെ പുത്രൻ ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകൾ, ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെൻറ്റ് ജോസ് കെ മാണി അവർകൾ, എൻ്റെ സുഹൃത്തു പ്രഗത്ഭ സിനിമാ നടൻ ശ്രീ കുഞ്ചാക്കോ ബോബൻ, ബഹുമാനപ്പെട്ട കലക്ടർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് ഫിലിപ്പ് മണലൂർ ഭാഗം, കുര്യൻ പി തോമസ്, വത്സമ്മ മാണി, മറ്റ് വേദിയിൽ സദസ്സിനുപേക്ഷിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. എനിക്ക് 1 മണിക്ക് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുക്കുകയും 1:45 മുമ്പ് എൻ്റെ ഫ്ലൈറ്റ് ഗൾഫിലേക്ക് ഡിപ്പാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടുകൂടി ഞാൻ ഇറങ്ങും, ക്ഷമിക്കണം. എനിക്ക് പുതുപ്പള്ളിയെ കുറിച്ചാണ് പറയാനുള്ളത്. ലോകപ്രസിദ്ധമാണ് പുതുപ്പള്ളി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാടായതുകൊണ്ടാണ്. ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒബാമ അമേരിക്കയിൽ പോകുമ്പോൾ ഒബാമയ്ക്ക് എഴുത്തു കൊടുക്കും, ഒരു പുതുപ്പള്ളിക്കാരന് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു. അത്രയും പുതുപ്പള്ളിയുമായി ഏറ്റവും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ നാടിൽ വരാനും ഈ പുതുപ്പള്ളിയിൽ വരാനും നിങ്ങളെ കാണാനും എനിക്ക് സാധിച്ചതിൽ, എനിക്ക് എന്നെ ക്ഷണിച്ചതിൻ്റെ ഭാരവാഹികളോടുള്ള അനർഹമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും ഞാൻ രേഖപ്പെടുത്തട്ടെ. നിങ്ങളിൽ പള്ളിയിലുള്ള ഒരു പ്രമുഖ വ്യക്തി എന്നോടൊപ്പം എൻ്റെ കമ്പനിയിൽ കെനിയയിൽ, ആഫ്രിക്കയിൽ എന്നോടൊപ്പം ജോലി നോക്കിയിട്ടുണ്ട്. ആ സുഹൃത്തിനെയും എനിക്ക് ഇവിടെ വെച്ച് കാണാനും സന്തോഷം പങ്കിടുവാനും സാധിക്കുകയുണ്ടായി. ഞാൻ സഹായധനം പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനി, ഈ രാജ്യത്തിൽ അവശരും അശ്വനരും നിരാലംബരുമായ പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് എല്ലാ മതത്തിൻ്റെ വക്താക്കളും എല്ലാ മതവിശ്വാസികളുടെയും ബാധ്യതയാണ്. നിന്റെ അയൽക്കാരൻ അത് ഏത് മതവിഭാഗങ്ങളിൽപ്പെട്ടവനായിക്കോട്ടെ, അവൻ പട്ടിണി കിടന്നാൽ അതിൻ്റെ ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു എളിയ മതവിശ്വാസിയായ മതേതരവാദിയാകുന്നു ഞാൻ. ആയതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവർക്കും സഹായം ചെയ്യേണ്ടത് എൻ്റെ ചുമതലയും എൻ്റെ ബാധ്യതയുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. അതുകൂടാതെ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഞങ്ങളുടെ ഖുർആൻ പറയുന്നു, ഏതെങ്കിലും ഒരു വിശ്വാസിയായ മുസൽമാനോട് ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നീ പറയണം, ഇമ്രാന്റെ മകളായ മറിയമാകുന്നു എന്ന് ഞങ്ങളുടെ ഖുർആൻ പറയുകയാണ്. ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ ലോകത്തിന്റെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്ന് നിന്നോട് ചോദിച്ചാൽ ഇമ്രാന്റെ മകളായ മറിയമാകുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ മുസൽമാനല്ല, അവൻ ഖുർആൻ വിശ്വസിക്കുന്നവനല്ല. ആയതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ജനനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഞങ്ങൾക്ക് മറിയം, സൂറത്ത് മറിയം എന്ന് പറയുന്ന ഒരു വെർഷൻ തന്നെയുണ്ട്. അതിൽ പറയുന്നു, അങ്ങനെ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ മറിയം എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മുസൽമാനല്ല. അങ്ങനെ ആ ചോരക്കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ സക്കരിയ ചോദിക്കുകയാണ്, അല്ലയോ മറിയമേ, നീ ഹാറൂൻ വംശ പരമ്പരയിൽപ്പെട്ട ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീയല്ലേ, നിനക്ക് എങ്ങനെ ഈ ചോരക്കുഞ്ഞുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ മഹതിയായ കനികയായ മറിയം ആ കുട്ടിയിലേക്ക്, ചോരക്കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ച്
ആ ചോരക്കുഞ്ഞ് അതിന് ഉത്തരം പറയും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഖുർആൻ പറയുന്നു, ഖാല ഇന്നി യാ അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ആയതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക, നിങ്ങൾ നോമ്പ് നോക്കുക. അത് മൂന്നുമാണ് ആ ചോരക്കുഞ്ഞ് പറഞ്ഞത് എന്ന് ഞങ്ങളുടെ ഖുർആൻ പറയുന്നു. അപ്പോൾ ഈ മതങ്ങളെല്ലാം തന്നെ വളരെയധികം അടുത്ത ബന്ധവും ആ മതങ്ങൾ തമ്മിൽ അന്യോന്യവും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കേണ്ടതുമാണ്. കാരണം എല്ലാവരും ഒരു പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നാലും, ഒരു അമ്പലത്തിൽ ചെന്നാലും, ഒരു മുസ്ലിം ദേവാലയത്തിൽ ചെന്നാലും നീ ആ അന്യരെ ഉപദ്രവിക്കണം, അന്യരെ പറ്റിക്കണം, അങ്ങനെ ചതിക്കണം, അന്യരുമായിട്ട് തല്ലുകൂടണം എന്ന് ആരും പറയുന്നില്ല. നിങ്ങൾ ഈശ്വര വിശ്വാസികളാകൂ, നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കൂ, മനുഷ്യന് സഹായം ചെയ്യൂ എന്നതാണ്. ആയതുകൊണ്ട് എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമിക വിശ്വാസിയാകുന്നു ഞാൻ. ആയതുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും അതോടൊപ്പം നിങ്ങൾ എന്നോട് കാണിക്കുന്ന അനുകമ്പയോടും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്ന ഈ പെരുന്നാളിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അതോടൊപ്പം എല്ലാവിധ ആശംസകളും നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടിയും എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും എന്നെ വിളിച്ചതിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് ഓർഡർ ഓഫ് സെന്റ് ജോർജ്, ഞാൻ ഈ സഭയുമായിട്ട് വളരെയധികം അടുപ്പമുള്ള 10-22 കൊല്ലം മുമ്പ് മുതലുള്ള എൻ്റെ ബന്ധം ഇന്ന് നിലനിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ബാവാ തിരുമേനി, കാലം ചെയ്ത ബാവാ തിരുമേനി എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴുള്ള നമ്മുടെ ബാവാ തിരുമേനി കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജബലലി എന്ന സ്ഥലത്തൊരു പള്ളി നിർവഹിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിൽ നിങ്ങളോടൊപ്പം ഞാനും എന്നോടൊപ്പം നിങ്ങളും ഉണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഉടൻ തന്നെ ജബലലിയിൽ നമ്മുടെ സഭയ്ക്ക് ഒരു പള്ളി ഉണ്ടാകുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. ശ്രീ എം വി പ്രസാദ്, മൈലക്കാട് പറമ്പിൽ, കാഞ്ഞിരക്കോട്, ദയവായി വിവാഹ സഹായത്തിന് അർഹരായവർ വേദിയിൽ വരിക. ടി വി ബാബു, തടക്കൽ ഹൗസ്, നെറിക്കാട്. ജോൺ എം ജെ, മുണ്ടക്കൽ ചിറയിൽ. സി സി പത്രോസ്, ഒളിമല വീട്. എം വി പ്രസാദ്, മൈലക്കാട് പറമ്പിൽ. ടി വി ബാബു, തടത്തിൽ. കൃഷ്ണൻ കുട്ടി എ ജെ. പയ്യപ്പാടി. കെ സി ജോൺ, കുളംപറമ്പിൽ, കൊല്ലാട്. ഔസേഫ് ചാക്കോ, കാലായിൽ, പുതുപ്പള്ളി. സ്തുതിയായിരിക്കട്ടെ. വേദിയിരിക്കുന്ന അഭിമന്യ മാത്യൂസ് മാർ പിതാവ്, വേദി അലങ്കരിച്ചിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുകുഞ്ഞ് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ, ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം പി ശ്രീ ജോസ് കെ മാണി, ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമാനം നൽകി നമ്മൾ ആദരിച്ച പത്മശ്രീ എം എ യൂസഫ് അലി,
ഫാദർ എബ്രഹാം വർഗീസ് വടശ്ശേരി സഹവികാരി, സ്വാഗത പ്രസംഗം നടത്തിയ ഫാദർ തോമസ് എബ്രഹാം കുറിയന്നൂർ, കളക്ടറും എൻ്റെ നാട്ടുകാരും കൂടിയായ ശ്രീമതി മിനി ആന്റണി IAS, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാനരെ, പുതുപ്പള്ളിയിലെ സുഹൃത്തുക്കളെ, ഒരു വലിയ അംഗീകാരം തന്നെയാണ് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുക വഴി എനിക്ക് ലഭിച്ചത്. കാരണം നിങ്ങളുടെ നാട്ടുകാരനായ കുഞ്ഞുഞ്ഞു സാറിൻ്റെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് ഞാൻ. പുതുപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നാടിൻ്റെ പേരും ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരും ഒരുപോലെയാണ്, അതൊന്നാണ്. എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം തന്നെയാണ്. കാരണം ഇത്രയേറെ തിരക്കും മനുഷ്യസ്നേഹവും അതോടൊപ്പം തന്നെ ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയുമുള്ള ഒരു മുഖ്യമന്ത്രിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു ദിവസം രാത്രി ഏകദേശം 1:30 മണിയായി കാണും അദ്ദേഹത്തെ കാണുവാനായിട്ട്. ഈ അടുത്ത് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച തന്നെയാണ്. രാത്രി 1:30 മണിക്കും അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് റൂമിൽ ഒരു സോഫയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഫയലുകളുടെ ഒരു കൂമ്പാരം. അദ്ദേഹം അപ്പോഴും അത് ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം ഒരു ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്, ലാൻഡ് ലൈനിൽ. മൊബൈൽ ഫോണിലുള്ള വേറൊരു കോൾ വന്ന് അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ കയറി സുഖമാണോ എന്ന് ചോദിക്കാൻ തന്നെ എനിക്കൊരു ജാള്യതയുണ്ടായിരുന്നു. ഞാൻ വന്ന് ഇന്ന് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി തന്നെ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം അത്രയ്ക്ക് കർമ്മനിരതനായ ഒരു നാട്ടുകാരനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ 5 പതിറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെ പെരുന്നാൾ ആരംഭത്തിന് വരുവാനായിട്ട് സാധിക്കുക ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. വൈകി വന്നതിന് ക്ഷമ, കാരണം എനിക്ക് എസ്കോട്ടും പൈലറ്റും ഒന്നും ഇല്ലായിരുന്നു, പിന്നെ വരാനായിട്ട് ഹെലികോപ്റ്ററും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ റോഡുകൾക്ക് വീതി ഉണ്ടെങ്കിലും വാഹനങ്ങളുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ എല്ലാവർക്കും ഹെലികോപ്റ്ററുകൾ കിട്ടട്ടെ, നമുക്ക് പെട്ടെന്ന് യാത്ര വേഗത്തിലാക്കാൻ വേണ്ടി ആശംസിക്കുകയാണ്. കൂടുതൽ വാക്കുകളിലേക്ക് ഞാൻ മുതിരുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാരുടെ മഹത് വ്യക്തികളുടെ വാക്കുകൾ നമ്മൾ ശ്രമിച്ചതാണ്. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കണമെന്ന് എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു വലിയൊരു സാഹചര്യത്തിൽ വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ പള്ളിയിൽ കയറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വരികയാണെങ്കിൽ ആരെയും അറിയിക്കാതെ എൻ്റെ കുടുംബമൊത്ത് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പിന്നീടൊരു അവസരത്തിലാവാം. എല്ലാവർക്കും സെൻറ് ജോർജ് പുണ്യവാളന്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണം എന്ന് പറയുന്നത് വെറും ഭംഗിവാക്കാവും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഞാൻ അറിയാതെ തന്നെ സെൻറ് ജോർജ് പുണ്യവാളന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ ഞാൻ അറിയാതെ ഓരോ നേർച്ചകളൊക്കെ നേടും. ആ നേർച്ചയുടെ ഒരു ശക്തി, അല്ലെങ്കിൽ ആ പുണ്യവാളന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്, അത് സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭാര്യ നേർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അത്രയ്ക്ക് ശക്തമായ ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യം ഈ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതേ വരൂ. ഇതിലും നല്ലത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും, എല്ലാ വിഭാഗക്കാർക്കും. നേരത്തെ പത്മശ്രീ M.A. യൂസഫലി പറഞ്ഞ പോലെ ജാതി മത ഭേദമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദേവാലയത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം, ഒരു ജാതി, അല്ലെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കി പുണ്യവാളന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും ഉണ്ടാവട്ടെ.
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടുംബമായിട്ട് എനിക്കിവിടെ വരാനും ആ അനുഗ്രഹം നേരിട്ട് ഏറ്റുവാങ്ങാനായിട്ടും ഒരു അവസരം കൂടെ എനിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ദൈവം സഹായിച്ച പുണ്യവാളന്റെ അനുഗ്രഹത്തോടുകൂടി വീണ്ടും ഈ വേദിയിൽ ഇതിനേക്കാൾ വലിയ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഉണ്ടാവട്ടെ. അങ്ങനത്തെ ഒരു വേദിയിൽ വീണ്ടും വരാനായിട്ടൊരു ഭാഗ്യമുണ്ടാവട്ടെ. ഇവിടെ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വിശുദ്ധ കുർബാനയുടെ ചിത്രീകരണം നടത്തിയൊരു കാസറ്റ് പ്രകാശനം. അത് ഈ പറയുന്ന പോലെ ഈ പള്ളിയുടെ യഥാർത്ഥ പുണ്യം ഇവിടെ വന്ന് ആ പുണ്യം നേരിട്ട് കാണുവാനായിട്ട് ഭാഗ്യം ലഭിക്കാത്തവർക്ക് അല്പമെങ്കിലും ആ പുണ്യം ഈ കാസറ്റുകളിലൂടെ ലഭിക്കുമെങ്കിൽ അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നോട്ട് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ചെയ്യും.